തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ പഞ്ചായത്തുകളിൽ വിജയിച്ചവർ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങളായി. 27-ാം തീയതി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ പുതിയ ഭരണസമിതിയുടെ കീഴിലാകും പഞ്ചായത്തുകൾ. പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും മുതിർന്ന ആളാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ഗ്രാമപഞ്ചായത്തിൽ അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികൾ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. 22 അംഗങ്ങളുള്ള ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ മുതിർന്ന അംഗം മോഹൻകുമാർ പൂഴിക്കുന്നേലാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് മോഹൻകുമാർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 10 അംഗങ്ങളുള്ള LDF പഞ്ചായത്ത് ഭരിക്കും. 17 അംഗങ്ങളുള്ള എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന് റിട്ടേണിംഗ് ഓഫീസർ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ L രാഗിണി നേതൃത്വം നൽകി. മുതിർന്ന അംഗം VK അബ്ദുൽ കരീം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലും 18 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മുതിർന്ന അംഗം പ്രൊഫസർ S പുഷ്കലാദേവിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതിനിടെ പഞ്ചായത്തിലെ 2-ാം വാർഡ് നെടുമാവിലെ LDF അംഗം മനോജ് 1 മണിക്കൂർ താമസിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് വാക്കേറ്റത്തിന് ഇടയാക്കി. മനോജിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് UDF അംഗങ്ങൾ രംഗത്തെത്തിയത് വാക്കേറ്റത്തിൽ കലാശിച്ചു. നൂറുകണക്കിന് ആളുകളും വിവിധ പഞ്ചായത്തുകളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ എത്തി. കോട്ടയം ജില്ലയിലാകെ 1596 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 1223 പേരും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 157 പേരും ജില്ലാ പഞ്ചായത്തിലേക്ക് 23 പേരും മുനിസിപ്പാലിറ്റികളിലേക്ക് 193 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 27-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30-ക്കും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചകഴിഞ്ഞ് 2:30-നും നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.